ഹലോ, വെൽക്കം ബാക്ക് ടു NB ലൈഫ് സ്റ്റൈൽ. നമ്മൾ സോഷ്യൽ മീഡിയ ഡീറ്റോക്സിങ് ചെയ്യുന്നതിലൂടെ സോഷ്യൽ മീഡിയ പൂർണ്ണമായിട്ട് അങ്ങ് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഫോൺ ഇനി ഉപയോഗിക്കരുത്, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും അത്യാവശ്യമാണ് അല്ലേ? നമുക്കൊരു സ്കില്ല് പഠിക്കാനാണെങ്കിലും, സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടെങ്കിലും, യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണുന്നുണ്ട് അല്ലേ, എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമുക്കത് അനിവാര്യമാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ കൺട്രോൾ ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് പറ്റിപ്പോകുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത്. നമ്മൾക്ക് മെയിനായിട്ട് നമുക്ക് വരുന്ന പ്രശ്നമെന്ന് പറയുന്നത് സ്ക്രോളിങ്ങിലൂടെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും നോക്കാനായിട്ടായിരിക്കും എടുക്കുന്നത്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഫോൺ എടുക്കുമ്പം ഒന്ന് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഫോൺ എടുക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം നിങ്ങൾ ആ ഫോണിൽ വെച്ച് ചെയ്തതിന് ശേഷം ഫോൺ തിരിച്ച് വെക്കുക. വീണ്ടും വീണ്ടും നമ്മൾ കൺട്രോൾ ഇല്ലാതെ നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എത്രത്തോളം സമയം നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെങ്കിലും എനിക്ക് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെങ്കിലും സോഷ്യൽ മീഡിയ തന്നെ വേണം അല്ലേ? അപ്പം നമുക്ക് അത്യാവശ്യമാണ്, എന്നാൽ അത് അനാവശ്യമാകരുതെന്നേ ഞാൻ ഈ സോഷ്യൽ മീഡിയ ഡീറ്റോക്സിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 15 ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത്, ഇനി ചെയ്യാനുള്ളത് 16 തൊട്ട് 21 ദിവസം വരെയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. അതിലൂടെ നമ്മുടെ 21 ഡേയ്സ് കംപ്ലീറ്റ് ആകുകയാണ്. 16ാമത്തെ ദിവസം ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, 30 മിനിറ്റ് നിങ്ങൾ പ്രകൃതിയോട് നന്നായി ഒന്ന് ഇടപഴകുക. അത് 1 മണിക്കൂറായാൽ അത്രയും നല്ലത്. ഞാനൊരു മിനിമം ടൈമാണ് പറഞ്ഞത്, 30 മിനിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രകൃതിയിലേക്ക് നമുക്ക് എല്ലാവർക്കും നേച്ചറിൻ്റെ വീഡിയോ കാണാനും ടൂർ പോകാനും ഒക്കെ ഇഷ്ടമാണ് അല്ലേ? കൂടുതൽ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് പ്രകൃതിയെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഒരു കാക്കയാണെങ്കിൽ പോലും അതിനെ ഒന്ന് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലേ, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് ചുറ്റിനും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു റൂമിൽ ഒരു മൊബൈലുമായിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടി പോയിരിക്കുന്നതാണ്. കാരണം അതിലൂടെ നമ്മൾ ലോകം മുഴുവൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പുറമേ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മൊബൈൽ വഴി അറിയാൻ പറ്റും. പക്ഷെ നമ്മളുടെ ലൈഫ് അതിലൂടെ സ്പോയിലായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല. ഒന്ന് പ്രകൃതിയിലൊന്ന് നടക്കാൻ പോകുകയോ അല്ലെങ്കിൽ ഒന്ന് ഗാർഡനിങ് ചെയ്യുകയോ, ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. ഇനി 17ാമത്തെ ദിവസം ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നിങ്ങൾക്കൊരു ഹോബി ഉണ്ട്, പക്ഷെ ആ ഹോബി ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് മൊബൈൽ നോക്കേണ്ട ഒരു അവസ്ഥയാണോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാക്കുക. അതായത് നിങ്ങൾക്ക് മൊബൈൽ നോക്കാതെ നിങ്ങളൊരു ഹോബി ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് ഇഷ്ടമാണ്, നിങ്ങൾ ഡാൻസ് മൊബൈലിൽ നോക്കിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്, നിങ്ങൾ ആ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് മൊബൈലിൽ നോക്കിയിട്ടാണ്. ഇത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ സ്വയം മൊബൈൽ ഇല്ലാതെ നിങ്ങൾ ഒരു ഹോബി ചെയ്യുക. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഇനി പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്സും ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ? നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, അതിലൊരു 50% ആപ്സും നിങ്ങൾക്ക് ശരിക്കും ഒരു ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ള ആപ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡേ 18 ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് അൺനെസസറി ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആപ്സ് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അധികം അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. അത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റായി പോവുകയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. കൂടുതൽ എക്സാമ്പിളായിട്ട് പറയുന്നത് ഗെയിമിംഗ് ആപ്സ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആപ്സിനെ ഒന്നെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്ത് ബാക്ക് സ്ക്രീനിലായിട്ട് ഹൈഡ് ചെയ്ത് വെക്കുക. സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു 4 മണി തൊട്ട് വൈകുന്നേരം 4 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഇന്നത്തെ ചലഞ്ച്, അതായത് ഡേ 19ൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മൾ സോഷ്യൽ മീഡിയ ഒരു 4 മണി മുതൽ യൂസ് ചെയ്യേണ്ട. അതിന് പകരം നിങ്ങൾ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാം. കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരോടൊപ്പം കളിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്ന് നടക്കാൻ പോകുക, പാട്ട്, ടി വി അല്ലെങ്കിൽ റേഡിയോ പോലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതിൽ പാട്ട് കേൾക്കാം. പക്ഷേ മൊബൈൽ ഫോൺ നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് കെയർ ചെയ്യാം. നിങ്ങളുടെ മുടി നിങ്ങൾക്ക് നോക്കാം, നിങ്ങളുടെ സ്കിൻ കെയർ നോക്കാം, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം, ജേർണൽ എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മൊബൈൽ നിങ്ങൾ എടുക്കാൻ പാടില്ല. ഇതാണ് 19ാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ ഒരു പീക്ക് ലെവലിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനി നിങ്ങളിത് കൺസിസ്റ്റൻ്റായിട്ട് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് കൂടും. അതുപോലെ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാകും. നിങ്ങളൊന്ന് നോക്ക്, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളുടെ ഓർമ്മകളെന്ന് പറയുന്നത് എന്താണ്? ഫോണാണോ നിങ്ങളുടെ ഓർമ്മകളായിട്ട് നിങ്ങൾ നോക്കാൻ പോകുന്നത്?
നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പം ഓർമ്മകളാക്കുന്നത്. അപ്പോൾ ആ ഓർമ്മകൾ പോലും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് ചിന്തിച്ച് നോക്ക്. 20ാമത്തെ ദിവസം ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ സ്ക്രീൻ ടൈം ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്യുക. അതായത് നിങ്ങൾ ചാലഞ്ച് തുടങ്ങിയപ്പോഴുള്ള സ്ക്രീൻ ടൈമും ഇപ്പോഴുള്ള നിങ്ങളുടെ സ്ക്രീൻ ടൈമും ഒന്ന് കമ്പയർ ചെയ്യുക. ഞാൻ ചലഞ്ച് പറഞ്ഞത് ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ സ്ക്രീൻ ടൈം ഡെഫിനറ്റ്ലി കുറഞ്ഞിട്ടുണ്ടാകും. അതല്ല എങ്കിൽ സ്ക്രീൻ ടൈം കൂടിയിട്ടേ ഉള്ളൂ. സ്ക്രീൻ ടൈം കൂടിയെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കേണ്ടതില്ല. വീണ്ടും ആദ്യം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചലഞ്ച് ചെയ്യുക. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കുക. അത്രമാത്രം ആണ് ഈ സ്ക്രീൻ ടൈമിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഡേ 21 നമ്മുടെ ലാസ്റ്റ് ഡേ ആണല്ലേ. അപ്പം ഇന്ന് നിങ്ങൾ ആദ്യത്തെ ദിവസം ഫോൺ യൂസ് ചെയ്യാതിരുന്നപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ കൺസിസ്റ്റൻ്റായിട്ട് തുടരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുക. നിങ്ങൾക്കിത് സാധിച്ചെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഇതേ ചലഞ്ച് തന്നെ നിങ്ങൾ 21 ഡേയ്സ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. ഞാൻ ഈ 21 ഡേയ്സ് ചെയ്യുന്നതിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മളുടെ ബ്രെയിൻ എപ്പോഴും ഒരു കാര്യം കണ്ടിന്യൂ ആയി മിനിമം 21 ദിവസം ചെയ്താൽ മാത്രമേ അതൊരു ഹാബിറ്റായിട്ട് അംഗീകരിക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ പല്ല് തേക്കുന്നത് തന്നെ നമ്മൾ 2 ദിവസം പല്ല് തേച്ച് 3-4 ദിവസം പല്ല് തേച്ചില്ല, അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഹാബിറ്റായിട്ട് മാറുന്നില്ല. ഹാബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഹാബിറ്റായിട്ട് മാറുന്നത്. ആ ഹാബിറ്റാണ് മനുഷ്യൻ്റെ ഒരാളുടെ പേഴ്സണാലിറ്റിയെ തന്നെ അത് മാറ്റിമറിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഹാബിറ്റാണ്. കാരണം ഡെയിലി കുളിക്കുന്ന ഒരാളും കുളിക്കാത്ത ഒരാളും അല്ലേ, അതൊരു വ്യത്യാസം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു ഹാബിറ്റായിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കൺട്രോളിങ് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല സക്സസ്സിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും മുൻപോട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റെപ്പ് നിങ്ങൾക്ക് മുൻപോട്ട് വെക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതും ഈ സോഷ്യൽ മീഡിയ ഡീറ്റോക്സിങ് ആണ്. അതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു മാർഗ്ഗമില്ല. സോഷ്യൽ മീഡിയ ഡീറ്റോക്സിങ് ചെയ്യാതെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മുൻപോട്ടേക്ക് പോകാൻ സാധിക്കില്ല. കാരണം നിങ്ങളൊരു കാര്യം ചെയ്യാനിരിക്കുമ്പോഴായിരിക്കും ഫോൺ എടുക്കുന്നത്, നിങ്ങളുടെ ടൈം ഓട്ടോമാറ്റിക്കലി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ഡീറ്റോക്സിങ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. ഈ 21 ദിവസം ചെയ്ത കാര്യങ്ങൾ ഇനി നിങ്ങളത് പോകാതെ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ആവശ്യത്തിന് മാത്രം മൊബൈലെടുത്ത് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഈ അവസാനിക്കുന്ന ദിവസം വേറൊന്നുമല്ല പറയുന്നത്, ഒന്നുകൂടെ പറയുകയാണ്. മൊബൈൽ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എന്തിനാണ് നിങ്ങളിപ്പോൾ മൊബൈൽ എടുത്തത്? അത് നമ്പർ 1 നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്പർ 2, നിങ്ങളൊരു 5 മിനിറ്റ്സ് കൂടുതൽ മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ മാറ്റി വെക്കുക. നിങ്ങളുടെ കണ്ണെത്താത്ത ദൂരത്ത് നിങ്ങൾ മൊബൈൽ മാറ്റി വെക്കുക. ഇനി നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് എങ്കിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ മൊബൈലിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വർക്കിംഗ് ടൈം നിങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ 10 to 12 അതാണ് നിങ്ങളുടെ വർക്കിംഗ് ടൈം. ആ ടൈമിൽ മാത്രം നിങ്ങൾ മൊബൈൽ എടുത്താൽ മതി, നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. ഇനി നിങ്ങളൊരു ബിസിനസ്മാനാണ്, ഫോണില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കോൾസും മെസ്സേജസും ആയിരിക്കും വരുന്നത്. അല്ലാതെ നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് അധിക സമയം ചിലവഴിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തവരൊക്കെ കമൻറ്റ് ബോക്സിൽ ഡൺ എന്നിടണം. അപ്പം നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സൊക്കെ ഇടണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.